മോർണിംഗ് ന്യൂസിന് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി എൻ.ഡി.എ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന എൻ.ഡി.എ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം ഇന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേരുന്നുണ്ട്. ഇന്ത്യാ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ സുപ്രധാന ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഒട്ടേറെ വിവാദ വ്യവസ്ഥകളുള്ള ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലും ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അവതരിപ്പിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് സഭയിലേക്ക് എത്തുകയാണ്. അതിൽ തന്നെ ഒരുപാട് വിവാദ വ്യവസ്ഥകൾ. ഇപ്പോൾ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തുടരുന്നതിനിടെ സഭയിൽ ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം ബൽറാം? റീജിത്ത, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ ജമ്മു കശ്മീരിന്റെ പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ ഈ തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായില്ല. ആദ്യ ആഴ്ചയിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം തുടർച്ചയായി പ്രതിഷേധം തുടരുകയാണ്. പാർലമെന്റിൽ ആദ്യ ദിവസം മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ. അതിൽ ഇന്ന് അപ്രതീക്ഷിതമായി എത്തുന്ന ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ഒരു ബില്ലാണ് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലുള്ള വ്യവസ്ഥകൾ, അതൊട്ടേറെ വിവാദമായ ഒരു വ്യവസ്ഥ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിടുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരെ പുറത്താക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. മന്ത്രിയാണ് അത്തരത്തിൽ കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിടുന്നത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ നിർദ്ദേശം നൽകാം. പദവിയിൽ നിന്നും മന്ത്രിയെ നീക്കാൻ നിർദ്ദേശം നൽകാം. അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് അത്തരത്തിലുള്ള തീരുമാനമെടുക്കാം. ഇത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ഈ ബില്ലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു കേസിൽ അറസ്റ്റിലായി ആ കുറ്റം അത് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമല്ല, മറിച്ച് ഈ 5 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കേസിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ടാൽ തന്നെ ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിലോ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കൂടാതെ മറ്റ് ഈ ഒരു ജമ്മു കശ്മീരിൽ ഈ ബില്ല് നടപ്പാക്കാൻ ആവശ്യമായ മറ്റ് ഭരണഘടനാ ഭേദഗതിയും ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതിയുമാണ് മറ്റ് 2 ബില്ലുകൾ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ ഇന്ന് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു ബില്ലും ഇന്ന് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പേരിലാണ് ആ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും ആ ബില്ല് അവതരിപ്പിക്കുക. എന്തായാലും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ വിവരങ്ങൾ നാളെ രാത്രി വൈകിയാണ് പുറത്തു വന്നത്. അത് നാളെ അവതരിപ്പിക്കുമെന്നുള്ളത് ലോക്സഭയുടെ റിവൈസ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ബില്ലിലെ വ്യവസ്ഥകൾക്ക് എതിരെ ഇന്ന് പാർലമെന്റിൽ ഈ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടിരുന്നു തുടർച്ചയായി. ആ ഒരു പ്രതിഷേധം വോട്ടർ പട്ടിക വിഷയത്തിലായിരുന്നുവെങ്കിൽ പുതിയ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിക്കും എന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഇന്ന് രാവിലെ യോഗം ചേർന്നായിരിക്കും തുടർന്ന് കൂടുതൽ പ്രതിഷേധ നടപടികളിലേക്കോ മറ്റു മാർഗങ്ങളിലേക്കോ നീങ്ങേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം തീരുമാനമെടുക്കുക. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രതിഷേധം തുടരുന്നതിനിടെ സുപ്രധാന ബില്ലുകൾ ഇന്ന് പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഒട്ടേറെ വിവാദ വ്യവസ്ഥകളുള്ള ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലാണ് അതിൽ പ്രധാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുക. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര വൻ വിജയമെന്ന് AICC വിലയിരുത്തൽ.
ആദ്യം 3 ദിവസം യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ബീഹാറിൽ നിന്ന് ലഭിച്ചത്. സാധാരണക്കാരും യുവാക്കളും അടക്കം നൽകുന്ന ജനപിന്തുണ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് യാത്രയ്ക്ക് ഇടവേളയാണ്. നാളെ ഷെയ്ഖ്പുരയിൽ നിന്ന് യാത്ര പുനരാരംഭിക്കും. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മുംബൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. റെയിൽ റോഡ് ഗതാഗതത്തെ വെള്ളക്കെട്ട് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്നുള്ള 13 ട്രെയിനുകൾ റദ്ദാക്കി. കേരളത്തിൽ നിന്ന് മുംബൈ വഴിയുള്ള ചില ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, കനത്ത മഴയിൽ വലിയ ദുരിതം നഗരത്തിൽ നേരിടേണ്ടി വരുന്നു. പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ഗതാഗത സംവിധാനത്തെ അടക്കം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ശ്രീനാഥ്? ടി കെ, ഇന്നലെ രാത്രിയും കനത്ത മഴ മുംബൈയിൽ പെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം മഴ ഇന്നലെ രാത്രി പെയ്തു എന്നതാണ് അവസ്ഥ. ഇന്നിപ്പോൾ രാവിലെ ഇന്നേ ദിവസം മുംബൈയിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴ, റെഡ് അലർട്ട് തന്നെയാണ് മുംബൈയിൽ ഉണ്ടാവുക എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് മുംബൈയിലെ സ്ഥിതി കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായിരുന്നു. റോഡ് ഗതാഗതത്തെ അത് കാര്യമായി ബാധിച്ചു. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മോണോ റെയിൽ അതിന്റെ സാങ്കേതിക തകരാറുണ്ടാവുകയും യാത്രക്കാർ ആകാശപാതയിൽ കുടുങ്ങുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വിമാന സർവീസ് ആവട്ടെ, ഏതാണ്ട് 500ഓളം വിമാന സർവീസുകളാണ് വൈകി പുറപ്പെടുകയോ വരികയോ ചെയ്തത്. അങ്ങനെ പൊതുഗതാഗതത്തെ പൂർണ്ണമായി തന്നെ കാര്യമായി ഈ മഴക്കെടുതി ബാധിച്ചു എന്നതായിരുന്നു മുംബൈയിലെ അവസ്ഥ. കേരളത്തിൽ നിന്നടക്കമുള്ള ട്രെയിനുകൾ, മുംബൈ വഴി കടന്നു പോകുന്ന ട്രെയിനുകളൊക്കെ തന്നെ വൈകി ഓടുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയതാണ്. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള എക്സ്പ്രസ് ഏതാണ്ട് 7 മണിക്കൂറിലധികമാണ് വൈകി ഇന്നലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ജാംനഗറിലേക്കുള്ള തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് അത് പിന്നീട് വഴിതിരിച്ച് വിടേണ്ട അവസ്ഥയുണ്ടായി. കേരളത്തിലേക്കുള്ള ദുരന്തോ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളൊക്കെ തന്നെ ഇന്നലെ വൈകി മാത്രമാണ് പുറപ്പെടാൻ കഴിഞ്ഞത്. അങ്ങനെ റെയിൽ ഗതാഗതത്തെയും കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളെയും അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഡാമുകളെല്ലാം അതിന്റെ സംഭരണ പരിധിയിലേക്ക് പരമാവധിയിലേക്ക് എത്തുകയാണ്. പൂനെയിൽ കടക് ബാസ്ല ഡാം തുറന്നുവിട്ടതോടെ അതിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. മുംബൈയിൽ മിട്ടി നദി കര കവിഞ്ഞതോടെ ഇന്നലെ കുർള വെസ്റ്റിലെ ക്രാന്തി നഗറിൽ വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവിടെ NDRFന്റെ സഹായത്തോടെയാണ് ആളുകളെ ഒഴിപ്പിച്ചത്. നാന്ദേഡ് ജില്ലയിൽ മേഘവിസ്ഫോടനം നടന്ന ഇടമാണ്. അവിടെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവിടെ സൈന്യത്തെ കൂടി രംഗത്തിറക്കിയായിരുന്നു രക്ഷാദൌത്യം നടത്തുന്നത്. ഏതായാലും സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഈ 2 ദിവസത്തെ മരണസംഖ്യ ഇപ്പോൾ 8ആയി മാറിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 മുതലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 20-ലേറെ പേരെങ്കിലും ഈ മഴക്കെടുതിയിൽ മരിച്ചു എന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഴക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ 8 മരണം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട്. മുംബൈയിലാണ് സ്ഥിതി രൂക്ഷമായി നിൽക്കുന്നത്. നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. ഗതാഗത സംവിധാനത്തെ ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ, കേരളത്തിലേക്ക് വന്നാൽ ഇടത്തരം മഴ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് ഇല്ല. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മീൻപിടുത്തത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാഷ്ട്രപതി റഫറൻസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ ഇന്നും വാദം തുടരും. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദമായിരിക്കും ഇന്നും തുടരുക. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് റഫറൻസ് അനുകൂലിച്ച് കേന്ദ്രവാദം. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ വിധിക്കുണ്ടെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. റഫറൻസ് നിലനിൽക്കുമോ എന്നതിലെ വാദത്തിൽ കേരളവും തമിഴ്നാടും ശക്തമായ റഫറൻസിനെ എതിർത്തു. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഭൂപതിവ് നിയമ ചട്ട ഭേദഗതി ഇന്നത്തെ യോഗത്തിന്റെ അംഗീകാരത്തിന് വരും. പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് പുതിയ ചട്ടം. കൃഷി, വീട്, ചെറിയ കടകൾ, പൊതു ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ എന്നിവ ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിച്ച് നൽകും. എന്നാൽ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിശ്ചിത ഫീസ് ഈടാക്കിയാകും ക്രമപ്പെടുത്തുക. പാലിയേക്കര ടോൾ നിർത്തലാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയ നടപടി സ്വാഗതം ചെയ്ത് പരാതിക്കാരൻ ഷാജി കോടൻകണ്ടത്ത്. സുപ്രീം കോടതിക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലായി. ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇത് ജനങ്ങളുടെ വിജയമാണെന്നും ഷാജി 24നോട് പറഞ്ഞു.
വലിയ സന്തോഷമുണ്ട്. 4 ആഴ്ചക്കുള്ളിൽ ഈ മണ്ണുത്തി എടപ്പള്ളി റോഡിൻ്റെ മറ്റേ കുഴികളും എല്ലാം മാറ്റി ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഹൈക്കോടതി കൊടുത്ത നിർദ്ദേശമെന്ന് അതൊന്നും ചെയ്യാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും വളരെ തിരക്കിട്ട് സുപ്രീം കോടതിയിൽ ചെന്ന് അവർ പല കള്ളക്കഥകളും പറഞ്ഞ് മറ്റേ സുപ്രീം കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കി. എന്നാൽ സുപ്രീം കോടതിക്ക് കൃത്യമായി യാത്രക്കാരനുക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ വിജയമാണ്. ഈ വിജയം ജനങ്ങളുടെ വിജയമാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ബുദ്ധിമുട്ട് അത് സുപ്രീം കോടതി നോക്കിക്കണ്ടു. വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കുമെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പരാതിക്കാരൻ ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് എന്താണ് സൂരജ്? ടി കെ, പാലിയക്കരയിലെ ഗതാഗതക്കുരുക്കും റോഡിന്റെ മോശം സാഹചര്യവും മുൻനിർത്തിയായിരുന്നു 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി ഈ പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ഇത് ചോദ്യം ചെയ്തായിരുന്നു കരാർ കമ്പനിയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഈ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി തന്നെ തുടരും എന്നറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഈ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുപ്രീം കോടതി വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് ഹർജിക്കാരനായിട്ടുള്ള ഷാജി കോടങ്കണ്ടത്ത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളുടെ ദുരിതം അത് സുപ്രീം കോടതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന സമയത്തടക്കം സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഈ റോഡിലെ തിരക്കൊഴിവാക്കുന്ന ചിത്രങ്ങളടക്കം കോടതിയിൽ കാണിച്ച സമയത്ത് കോടതി വലിയ രീതിയിലുള്ള ഒരു പരിഹാസം ചുരിയുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ടി കെ, നിലവിൽ ഈ ഹൈക്കോടതി ഇടപെട്ട് ഇത് നിർത്തിവെച്ചതിന് ശേഷം റോഡിലെ ഈ അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ഈ റോഡിലെ കുഴികൾ മൂടിക്കൊണ്ട് ഈ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് ഈ യാത്രക്കാർ ഇപ്പോഴും ഉയർത്തുന്ന ആവശ്യം. നിലവിൽ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ മറ്റു വഴികളിലൂടെയൊക്കെ തിരിച്ചുവിട്ടാണ് ഈ തിരക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും എത്ര ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള ഒരു നടപടി വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ നാട്ടുകാരും ഈ യാത്രക്കാരും ഉന്നയിക്കുന്നുണ്ട്. ടി കെ, ശരി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ കത്ത് ചോർച്ചാ വിവാദം CPIM ചർച്ച ചെയ്യും. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. പ്രതിപക്ഷം കൂടി ഏറ്റെടുത്ത വിവാദത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിവാദത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും യോഗത്തിൽ ഉണ്ടായേക്കും. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് പോകാതിരുന്ന മുഖ്യമന്ത്രി ഇതുവരെ പാർട്ടിക്കകത്തോ പുറത്തോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരന്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. 2 പരിശോധനകളിൽ നെഗറ്റീവായിരുന്നു ഫലം. പക്ഷേ രോഗലക്ഷണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും പരിശോധന. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെയും 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. പ്രദേശത്തെ വെള്ളത്തിന്റെ പരിശോധനാ ഫലവും ഇന്ന് വന്നേക്കും. എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ ആത്മഹത്യ ചെയ്ത ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പലിശയ്ക്ക് പണം വാങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് നിരന്തരമായി ഇവർ ഭീഷണിപ്പെടുത്തിയെന്നും ഇതിൽ മനംനൊന്താണ് ആശ ആത്മഹത്യ ചെയ്തത് എന്നുമാണ് കുടുംബം പറയുന്നത്. സൂര്യശ്രീ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൂര്യ, വിവരങ്ങൾ. ഈ മനംനൊന്താണ് മരണം എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം, ഈ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു, പിന്നീട് അവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് സൂര്യ? ശ്രീജിത്ത്, 2022 മുതലുള്ള ഒരു പണമിടപാടിന്റെ പേരിലാണ് ഇന്നലെ കോട്ടുവള്ളി സ്വദേശിയായ ആശ ജീവനൊടുക്കിയത്. വട്ടിപ്പലിശക്കാരുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്നാണ് ഈ വീട്ടമ്മ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ വീട്ടുകാരുടെ ആരോപണം. ഈ ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രദേശത്ത് തന്നെയുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കും നേരെയാണ്. ഈ കോട്ടുവള്ളി സ്വദേശിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബിന്ദുവിൽ നിന്ന് ആശ പലതവണയായി പണം കടം വാങ്ങിയിരുന്നു. ഇത് 2022 മുതലുള്ള ഒരു പണമിടപാടാണ്. 2 തവണയായി 5 ലക്ഷം
ലക്ഷം രൂപ വീതം 10 ലക്ഷം രൂപയാണ് ഇവർ പലിശക്ക് ബിന്ദുവിൽ നിന്ന് ആശ പലിശക്ക് വാങ്ങിയിരുന്നത്. പക്ഷേ ഇത് മുതലും പലിശയും ഒക്കെ ചേർത്ത് തിരികെ നൽകിയിട്ടും ഇത്രയും വർഷമായി 22 ലക്ഷത്തോളം രൂപ തിരികെ നൽകാനുണ്ടെന്നുള്ളതാണ് ഈ പലിശക്കാരുടെ വാദം എന്ന് പറയുന്നത്. അത് 30 ലക്ഷം വരെ ഉണ്ടെന്നും ഒക്കെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട്. ഈ പണം ആവശ്യപ്പെട്ട് പലതവണ ഇവർ ആശയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പലതവണ വീട്ടിലെത്തി അസഭ്യം അടക്കമുള്ള വാക്കുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പറവൂർ പോലീസിൽ പരാതി നൽകിയതിനു ശേഷം ഇരുവരെയും ഈ പലിശ നൽകിയ ആളുകളെയും അതുപോലെ ആശയെയും വിളിച്ചിരുത്തി പോലീസ് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയ്ക്കൊടുവിൽ കേസ് എടുക്കാനാവില്ല. പക്ഷേ പകരം നിരന്തരം ഈ പലിശ ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്യരുതെന്നുള്ള ഒരു ഒത്തുതീർപ്പിലാണ് അവിടെ നിന്ന് വിട്ടത്. പക്ഷേ പോലീസിന്റെ ധാരണയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും വീണ്ടും ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബവും അതുപോലെ തന്നെ ആശയുടെ വീട്ടിലെത്തി ഇതുപോലെ വാക്ക് തർക്കങ്ങളും അസഭ്യം വർത്തമാനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ച് വീണ്ടും പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായില്ല എന്നാണ് ആശയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ പണം 2022 മുതൽ പല തവണയായി കടം വാങ്ങിയ പണം എന്തിനാണ് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ ആശയുടെ കുടുംബത്തിന് കൃത്യമായ ധാരണയില്ല. ഈ ആശ വീടിനടുത്ത് തന്നെ ഒരു ടെക്സ്റ്റൈൽ തുടങ്ങുന്ന ഒരു ബിസിനസ് ആവശ്യത്തിനായും വീട് പണിക്കും മാത്രമായിട്ടാണ് പണം വാങ്ങിച്ചതെന്നാകാമെന്നൊരു നിഗമനമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ഇത് പലിശയും മുതലും ചേർത്ത് പല തവണയായി ഈ വാങ്ങിയ പണത്തേക്കാൾ കൂടുതൽ തുക തിരികെ നൽകിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആശ വീട്ടുകാരോടക്കം പറഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും പണം ആവശ്യപ്പെട്ട് ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയിൽ നിന്ന് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ആശ കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും പോലീസിലെത്തി പരാതി നൽകി ഒത്തുതീർപ്പുണ്ടാക്കാമെന്നൊക്കെ ഒരു ധാരണയിലെത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ, ഈ ഒത്തുതീർപ്പിനുള്ള വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ആശയുടെ കുടുംബത്തിന്റെ വാദം എന്ന് തന്നെ പറയുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും കഴിഞ്ഞ ദിവസവും പോലീസ് സ്റ്റേഷനിലും കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയും നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏകദേശം 30 ലക്ഷത്തോളം രൂപ തിരികെ നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ആശയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തുടർന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആശ കൂട്ടുവള്ളി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. കഴിഞ്ഞ 11-ാം തീയതിയും ആശ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ നിരന്തരമായ ഈ വട്ടിപ്പലിശക്കാരുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്നാണ് ആശ ഇന്നലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആശയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നടക്കുന്നത്. അതേസമയം പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും വിളിച്ചിരുത്തി ചോദ്യം ചെയ്യും. മാത്രമല്ല ആശയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഇവരുടെ പേരുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസ് ചുമത്തി ചോദ്യം ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ ആശയുമായുള്ള പണമിടപാടുകളുടെ കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടും. രജിത്ത്. ശരി, സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിനെതിരെ തുടർ പരിശോധനകൾക്ക് സാധ്യത. കഴിഞ്ഞ ദിവസം ചേർന്ന ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവേൺസ് യോഗത്തിൽ സിസ തോമസിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ പരിശോധിക്കാൻ IT സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനൊപ്പം സിസ തോമസിന്റെ നടപടികളും പരിശോധിക്കാൻ സാധ്യതയുണ്ട്. KCHIP നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല തന്നെ രൂപീകരിച്ച കമ്പനിക്കെതിരെ സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ബോർഡ് ഓഫ് ഗവേൺസിൽ പ്രമേയം പാസാക്കിയത്. ഹൈക്കോടതി വിധി വൈസ് ചാൻസലർക്കെതിരായതോടെ സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധി തുടരും. സിൻഡിക്കേറ്റോ ഫിനാൻസ് കമ്മിറ്റി യോഗമോ ഇനി വൈസ് ചാൻസലർ വിളിക്കില്ല. സ്വാഭാവികമായും സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായി തുടരും. KTUവിൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ മുടങ്ങിയ സ്ഥിതിയാണ്. സർട്ടിഫിക്കറ്റുകൾ അച്ചടിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സർവകലാശാലയുള്ളത്. ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് താൽക്കാലിക വൈസ് ചാൻസലർ കത്തും നൽകിയിട്ടുണ്ട്. കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ CPIM കോൺഗ്രസ് സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ കേസെടുത്ത് പോലീസ്. കടക്കൽ പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടവരിൽ പലരും ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. സംഘർഷത്തിൽ CPIM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുന് കുത്തേൽക്കുകയും 6 CPIM പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ 3 കോൺഗ്രസ് നേതാക്കളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെയും CPIM തല്ലിത്തകർത്ത കോൺഗ്രസ് പാർട്ടി ഓഫീസും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് സന്ദർശിച്ചേക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ SFIക്കുണ്ടായ പരാജയത്തിന് പിന്നാലെ SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് കോൺഗ്രസ് CPIM സംഘർഷത്തിൽ കലാശിച്ചത്. മുംബൈയിൽ CPIMന്റെ നേതൃത്വത്തിൽ ഇന്ന് പലസ്തീൻ അനുകൂല റാലി നടക്കും. ആസാദ് മൈതാനിയിൽ വൈകിട്ടാണ് പരിപാടി. CPIMനൊപ്പം സമാന നിലപാടുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പരിപാടിയിൽ അണിനിരക്കും.
പരിപാടിക്ക് നേരത്തെ മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ CPIM ഹർജി നൽകുകയും എതിർപ്പ് പോലീസ് ഒഴിവാക്കുകയും ചെയ്തു. ഹർജി പരിഗണിക്കവേ CPIMനെ വിമർശിച്ച് ബോംബെ ഹൈക്കോടതി പരാമർശം നടത്തിയത് വിവാദമായിരുന്നു. CPIMന്റേത് രാജ്യസ്നേഹമല്ലെന്നും മറ്റ് പല വിഷയങ്ങളും രാജ്യത്തിനകത്തിപ്പോഴുള്ളപ്പോൾ വിദേശ വിഷയങ്ങൾ എന്തിനെടുക്കുന്നു എന്നും കോടതി ചോദിച്ചിരുന്നു. കോടതി നിരീക്ഷണങ്ങളെ CPIM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് പൂളാടിക്കുന്നിൽ സ്കൂളിന് തൊട്ടടുത്ത് അപകട ഭീഷണിയായി ജലസംഭരണി. ബലക്ഷയം മൂലം അപകട ഭീഷണിയിലായ ജലസംഭരണി പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇഴയുകയാണ്. കാരന്നൂർ LP സ്കൂളിന് തൊട്ടടുത്തായുള്ള ജലസംഭരണി കോൺക്രീറ്റുകൾ അടർന്നും കമ്പികൾ തുരുമ്പിച്ചുമാണ് നിൽക്കുന്നത്. വർഷം മുൻപാണ് ഈ ജലസംഭരണി നിർമ്മിച്ചത്. 15 മീറ്റർ ഉയരമുള്ള ജലസംഭരണി 5 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ്. ഇതിനു തൊട്ടടുത്താണ് കാരന്നൂർ LP സ്കൂൾ. ബലക്ഷയമുള്ളതിനാൽ ഇതിലേക്ക് സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്യുന്നില്ലെങ്കിലും കോൺക്രീറ്റ് അടർന്നതും കമ്പികൾ തുരുമ്പെടുത്തതും ഭീഷണിയാണ്. ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ജലസംഭരണിയുടെ ബലക്ഷയം കണ്ടെത്തിയതുമാണ്. എന്നാൽ ഇത് പൊളിച്ചു നീക്കണമെന്ന പരാതി ഇപ്പോഴും പരിഹരിച്ചില്ല. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരനക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂളും ചുറ്റുപാട് വീടുകളും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ വലിയൊരു അപകട സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ജനങ്ങളും വീട്ടുകാരും പേടിച്ചിരിക്കുക. പരാതി നൽകിയിട്ട് 2 വർഷമാകാറായെന്നും നാട്ടുകാർ പറയുന്നു. ജില്ലാ കളക്ടർക്കും കോർപ്പറേഷനും ഒക്കെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്താണ്. സ്കൂളിൻ്റെ ഇതിൽ തന്നെ ഒന്നുകിൽ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്തും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്ക് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കാനുള്ളൊരു സംവിധാനം. തൊട്ടടുത്ത ജലസംഭരണിക്ക് അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാറുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ സംഭരണി നിർമ്മിക്കാൻ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും പൊളിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായില്ല. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 1.5 വർഷം മുമ്പ് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയതാണ്. ടാങ്കിന് ബലക്ഷയമുണ്ടെന്നും അപകട ഭീഷണിയാണെന്നും അധികൃതർ നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയുമായില്ല. ഈ ടാങ്കിന് 10 മീറ്റർ അപ്പുറം ഒരു സ്കൂൾ ഉണ്ടെന്ന കാര്യം ആരും മറക്കാൻ പാടില്ലാത്തതാണ്. അബിത്തിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. കോഴിക്കോട് കടയങ്ങാട് ഫർണിച്ചർ കട തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം. കടയ്ക്ക് മുന്നിലെ ഷീറ്റ് കത്തി നശിച്ചു. സംഭവസ്ഥലത്ത് നിന്നും പെട്രോളിന്റെ അംശമുള്ള ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. നിഖിൽ, ആരാണിതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊക്കെ ഈ ഘട്ടത്തിൽ സൂചനകൾ ലഭ്യമാവുന്നുണ്ടോ പോലീസിന്? ശ്രീജിത്ത്, ഇന്ന് പുലർച്ചെ 12:45 കൂടിയായിരുന്നു ഈ സംഭവം. ഈ കടയ്ക്ക് മനഃപൂർവ്വം ആരോ തീയിട്ടു എന്നുള്ളത് തന്നെയാണ് ഉടമയുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം ഈ കടയ്ക്ക് സമീപത്ത് നിന്ന് ഒരു കുപ്പിയിലാക്കിയ നിലയിൽ പെട്രോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പെട്രോൾ കൊണ്ടുവന്നത് കത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ ഷീറ്റ് മാത്രമേ കത്തി നശിച്ചുള്ളൂ. അപ്പോഴേക്കും തന്നെ അവിടുത്തെ നാട്ടുകാർക്കും ഫയർഫോഴ്സ് സംഘവും എത്തി തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ തർക്കങ്ങൾ സമീപകാലത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരത്തിൽ ആരെങ്കിലും ആയിരിക്കും, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകോപനം എന്നുള്ള നിലയ്ക്കായിരിക്കും ഈ കടയ്ക്ക് തീയിടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളടക്കം ഉണ്ടായേനെ. ഫർണിച്ചർ കടയാണ്, അത് ഉണ്ടാക്കി നിൽക്കുന്ന ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട് മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കാനും അത് ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാനും ഇടയാക്കിയേനെ. എന്തായാലും ഇത് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് എന്ന് തന്നെയാണ് ഉടമയും പോലീസും ഒക്കെ കരുതുന്നത്. സാധാരണഗതിയിൽ ഇത് തന്നാലെ തീപിടിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാർത്താലോകം. അമേരിക്കൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇറങ്ങില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കായി അനുയോജ്യമായ സ്ഥലത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു. ഹംഗറിയിലെ ബുഡാപെസ്റ്റിന് സാധ്യത തെളിയുകയാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ട്രംപ് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത് എന്താണ്? ട്രംപ് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയാണ്. അതിനുള്ള സ്ഥലം, അതിനുള്ള ക്രമീകരണം, അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, മധു?
ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. ഭാവിയിൽ റഷ്യയുടെ അധിനിവേശം തടയുവാൻ അമേരിക്ക യുക്രൈന് നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടി സംബന്ധിച്ചുള്ള ചർച്ചകളാണ് എവിടെയും നടക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അതേസമയം യുക്രൈന്റെ മണ്ണിൽ US സൈന്യത്തെ വിന്യസിക്കില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുകയുണ്ടായി. യുക്രൈന് സംരക്ഷണം നൽകുന്നത് വ്യോമ പ്രതിരോധ മാർഗങ്ങളിലൂടെ ആയിരിക്കും. സമാധാന കരാറിന് കീഴിൽ യുക്രൈനുള്ള US സൈനിക സുരക്ഷാ സഹായത്തിന്റെ സ്വഭാവം സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പലരോടും വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തതയും വരുന്നില്ല. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു നോ ഫ്ലൈ സോൺ യുക്രൈനിൽ സൃഷ്ടിച്ചിട്ട് അവിടെ യുദ്ധവിമാനങ്ങൾ ഒരുക്കുന്ന ഒരു വ്യോമ പിന്തുണയാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ പല ഓപ്ഷൻസും അതുപോലെ സാധ്യതകളും ഉണ്ടെന്ന് പിന്നീട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ ട്രംപ് പുടിൻ സെലൻസ്കി ത്രികക്ഷി ഉച്ചകോടിക്ക് ബുദ്ധപെസ്റ്റിന് സാധ്യത തെളിയുന്നതായി ചില സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ട്രംപ് ഇത് സംബന്ധിച്ച് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായിട്ട് ഇന്ന് ചർച്ച ചെയ്തിരുന്നു. പുടിനുമായിട്ട് വിക്ടർ ഓർബന് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഒരു ഭയമൊന്നുമില്ലാതെ പുടിന് ഈ പ്രദേശം സന്ദർശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇത്തരമുള്ള ചില യൂറോപ്യൻ സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംഗറിയെ ഒരു വേദിയായി യുക്രൈൻ അംഗീകരിക്കുമോ എന്നത് മാത്രം ഇപ്പോഴും വ്യക്തമല്ല. ഈ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികൾ നേരത്തെ കണ്ടുമുട്ടിയ ഇസ്താൻബുളിലും ഇപ്പോൾ പരിഗണനയിലുണ്ട്. റീജിത്ത്. ശരി, മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ന്യൂജേഴ്സിയിൽ നിന്ന്. ത്രികക്ഷി ചർച്ച എവിടെ നടക്കണം എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളിലേക്ക് കടക്കുന്നു. ബുഡാപെസ്റ്റ് അടക്കം അതിനായി പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി ടൂറിസം മേഖലയിൽ വൻ തൊഴിലവസരങ്ങളും നിക്ഷേപ സാധ്യതകളും. ചെങ്കടൽ തീരത്തെ റെഡ് സീ പദ്ധതികളിൽ മാത്രം 1 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. വിദേശ നിക്ഷേപകർക്കും തൊഴിലന്വേഷകർക്കും വലിയ തോതിലുള്ള സാധ്യതകളാണ് സൗദിയിൽ വരാനിരിക്കുന്നത്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗദി വിഷൻ 2030 ഭാഗമായി സൗദിയിലെ ചെങ്കടൽ തീരത്തും ചെങ്കടലിലുമായി വലിയ തോതിലുള്ള ആഡംബര ടൂറിസം പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡ് സീ പദ്ധതി വഴി ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളും വില്ലകളുമൊക്കെയാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. പല പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയായി അത് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തു. ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല ഇവിടെ അവസരങ്ങളുള്ളത്, പുതിയ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ നിക്ഷേപകർക്കും എല്ലാം വലിയ തോതിലുള്ള അവസരങ്ങളാണ് ഈ പദ്ധതി വഴി തുറക്കാൻ പോകുന്നത്. 2030 ആകുമ്പോഴേക്കും 15 കോടി സന്ദർശകരെയാണ് ഈ പദ്ധതികളിലൂടെ സൗദി ടൂറിസം മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. 2030 ആകുമ്പോഴേക്കും സ്വദേശികളും വിദേശികളുമായ 1 ലക്ഷത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അത് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നും സൗദി ടൂറിസം വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചു. അതോടൊപ്പം തന്നെ സ്വകാര്യ വിദേശ നിക്ഷേപകർക്കും ഈ പദ്ധതികൾ വഴി വലിയ തോതിലുള്ള അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. പല ദ്വീപുകളുടെയും അതോടൊപ്പം തന്നെ റിസോർട്ടുകളുടെയും എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായി. ലാഷിക്, ഷൂറ, ഉമ്മഹാത്ത് ദ്വീപുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈബാര, അമാര തുടങ്ങിയ റിസോർട്ടുകളുടെ പണി പൂർത്തിയായി അത് ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുത്തു. ഡെസേർട്ട് റോക്ക്, നുജുമ, ട്യൂൺ തുടങ്ങിയ റിസോർട്ടുകളുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റുകൾക്കായി അനുഭവിക്കാൻ പല പദ്ധതികളും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ്, വിൻഡ് സർഫിംഗ്, ബൈക്കിംഗ്, ഹൈക്കിംഗ്, കയാക്കിംഗ് തുടങ്ങിയ പല സാഹസിക യാത്രകളും മറ്റുമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. ഏതായാലും വിദേശ നിക്ഷേപകർക്കും തൊഴിലന്വേഷകർക്കുമെല്ലാം വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് സൗദിയിലെ ഈ റെഡ് സീ പദ്ധതി വഴി വരാൻ പോകുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. നോക്കാം ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. പുടിനുമായുള്ള അലാസ്ക ഉച്ചകോടിയിൽ ട്രംപിനെ പ്രശംസിച്ചും മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ വിമർശിച്ചും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി രംഗത്ത്. 2022 റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചപ്പോൾ ജോ ബൈഡൻ അതിനെ അനുവദിച്ചെന്ന് ആരോപണം. ഗസയിലെ വംശഹത്യകൾ തടയുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. തുറന്ന കത്തിൽ ഒപ്പിട്ട് 700-ലധികം UK ബിസിനസ് നേതാക്കളും സ്ഥാപകരും പ്രൊഫഷണലുകളും. വംശഹത്യയിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാവുന്നവരുടെ ലൈസൻസുകൾ റദ്ദു ചെയ്യണം. അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതിൽ പങ്കാളിയാകുന്ന കമ്പനികൾക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും നിക്ഷേപ പരിശോധനകളും വിപുലീകരിക്കാനും ആഹ്വാനം. മിന്നൽ പ്രളയത്തിൽ ദുരന്തമുഖമായി പാകിസ്ഥാൻ. ഇന്നലെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇതോടെ മരണസംഖ്യ 400 കടന്നു. മരിച്ചവരിൽ 30 കുട്ടികളുമുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. $300 ബില്യൺ വരുമാനമെന്ന തന്റെ മുൻ എസ്റ്റിമേറ്റിനെ ഗണ്യമായി ഉയർത്തും. ഈ പണം ആദ്യം ഫെഡറൽ കടം വീട്ടാനാണ് ഉപയോഗിക്കുകയെന്നും ബെസന്റ് പറഞ്ഞു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളത്തിനെ കൈവിടുന്നു. ഹജ്ജ് യാത്രയ്ക്ക് കൊച്ചി വിമാനത്താവളത്തെ 5000-ഓളം പേരും കണ്ണൂരിൽ നിന്ന് 3000-ഓളം ആളുകളും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കരിപ്പൂരിൽ നിന്ന് വെറും 632 പേർ മാത്രമാണ് ഉള്ളത്. വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനയാണ് തിരിച്ചടിയായത്. ഇത്തവണ കേരളത്തിൽ നിന്ന് 8530 പേരാണ് കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നത്. 82% മലബാറിൽ നിന്നുള്ള യാത്രക്കാരാണ്. എന്നാൽ ഹജ്ജ് ഹൗസ് അടക്കം നിരവധി സൗകര്യങ്ങളുള്ള കരിപ്പൂർ വിമാനത്താവളം വഴി പോകുന്നത് 636 പേർ മാത്രമാണ്. കൊച്ചി വിമാനത്താവളം വഴി 4854 പേരും കണ്ണൂർ വിമാനത്താവളം വഴി 3040 പേരും യാത്രക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 3 ചെറിയ വിമാനത്തിലേക്കുള്ള യാത്രക്കാർ മാത്രമേ കരിപ്പൂരിൽ നിന്നുള്ളൂ. മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ 2 തവണയും കരിപ്പൂരിൽ നിന്ന് 40,000 രൂപ അധികമായി നൽകേണ്ടി വന്നിരുന്നു. അടുത്ത തവണയും നിരക്ക് വർദ്ധിക്കുമോ എന്ന ആശങ്കയാണ് യാത്രക്കാർ കരിപ്പൂരിനെ കൈവിടാൻ കാരണം. കഴിഞ്ഞ വർഷം 5000+ ഉണ്ടായിരുന്നത് 1800 ചുരുങ്ങിയിരിക്കുകയാണ്. നിരക്ക് കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് ഏകീകരണം വേണം എന്നുള്ള നമ്മുടെ അപേക്ഷ സഫലമാകുന്ന ഒരു സാഹചര്യം വന്നാൽ എംബാർക്കേഷൻ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിരക്ക് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. 2024 10,515 പേരാണ് കരിപ്പൂർ വഴി ഹജ്ജ് യാത്ര നടത്തിയത്. 2020 കുത്തനെ കുറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് നിരക്ക് വർധന എന്നാണ് ഉയരുന്ന ആരോപണം. വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ സർവീസ് നടത്താത്തതാണ് നിരക്ക് വർധനയ്ക്ക് കാരണം. 24 തിരൂർ. റംബൂട്ടാൻ കർഷകർക്ക് കൈത്താങ്ങായി ഹോർട്ടികോർപ്പ്. റംബൂട്ടാന് താങ്ങുവില നിശ്ചയിച്ച് സംഭരിക്കാൻ ആരംഭിച്ചു. വടക്കൻ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിപണി കണ്ടെത്താനാണ് ഹോർട്ടികോർപ്പിന്റെ പദ്ധതി. കഴിഞ്ഞ വർഷം വരെ കേരളത്തിന് പുറത്തേക്ക് വ്യാപകമായി കയറ്റി അയച്ചിരുന്ന റംബൂട്ടാന് ഇത്തവണ വിപണിയിൽ നഷ്ടമാണ്. കിലോയ്ക്ക് 250 മുതൽ 300 രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയിരുന്ന റംബൂട്ടാന് നിലവിൽ 100 രൂപയാണ് ലഭിക്കുന്നത്. മധ്യകേരളത്തിൽ നഷ്ടത്തിലായ റബ്ബർ കർഷകർ ഉൾപ്പെടെ വ്യാപകമായി റംബൂട്ടാനെ ആശ്രയിച്ച് പ്രതിസന്ധി മറികടക്കുന്നതിനിടയിലാണ് വിപണി ചതിച്ചത്. കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താങ്ങുവിലയായി 140 രൂപ നിശ്ചയിച്ചാണ് ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിക്കുന്നത്. കേരളത്തിൽ 300-ലധികം വരുന്ന ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റുകൾ വഴി നാളെയും മറ്റന്നാളുമായി ഇന്ന് സമാഹരിക്കുന്ന ആദ്യപടിയായി സമാഹരിക്കുന്ന റംബൂട്ടാൻ പഴം വിതരണം ചെയ്യും. കേരള ഗവൺമെന്റ് കൃഷി വകുപ്പ് താല്പര്യമെടുത്ത് പഴവർഗ്ഗ കർഷകരിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് സമാഹരിച്ചിട്ട് ഔട്ട്ലെറ്റുകളിൽ പോകുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വടക്കൻ കേരളത്തിലേക്കും റംബൂട്ടാന്റെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്താനാണ് ഹോർട്ടികോർപ്പ് തീരുമാനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 1% പേരിൽ 2% പേര് പോലും റംബൂട്ടാൻ കഴിച്ചിട്ടില്ല. ഈ മഴ കൂടുതൽ കൊണ്ട് ഇത് അങ്ങ് ദൂര സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വലിയ സാധ്യതയാണുള്ളത്. ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം വേണം. ഇത് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ ഗവൺമെന്റ് സഹായിച്ചാൽ റംബൂട്ടാൻ കർഷകർക്ക് നല്ല കാലമായിരിക്കും. നമ്മുടെ കർഷകരെല്ലാം സമ്പന്നരാകും. ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്ന തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ മഴ കനത്തതും പ്രതിസന്ധിയായി. കേരളത്തിലെ റംബൂട്ടാൻ കർഷകർക്കുണ്ടായ നഷ്ടം ഹോർട്ടികോർപ്പിന്റെ ഇടപെടലിലൂടെ നികത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 24 തൊടുപുഴ. സംസ്ഥാനത്തിനാകെ മാതൃകയാക്കാവുന്ന ഒരു ജലസംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ റാന്നിയിൽ. സ്ഥലം MLA പ്രമോദ് നാരായണന്റേതാണ് ആശയം. ജലമിത്ര എന്ന പദ്ധതിയിൽ മഴവെള്ള സംഭരണം മുതൽ ജലസാക്ഷരത വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചാണ് ജനകീയ പദ്ധതി. ജലം കാത്തുസൂക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നീർച്ചാലുകളുടെ വീണ്ടെടുപ്പ്, മഴവെള്ള സംഭരണം തുടങ്ങി ജലസാക്ഷരത വരെ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. ഭൂമിയിലെ ദൈവത്തിന്റെ നിക്ഷേപമായ ജലത്തെ വരുംകാല തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കും എന്ന പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായി, സമർപ്പിതമായ ഭാവവുമായി നമ്മൾ ഒരുമിച്ച് ജലസമൃദ്ധമായ ഒരു റാന്നിയെ കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും പങ്കുചേരുന്നത്. റാന്നി മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകൾക്ക് പുറമെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ഏജൻസികളെ പദ്ധതിയുമായി സഹകരിപ്പിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ തുടക്കമിട്ടു.
ഓരോ തുള്ളി ജലവും സംരക്ഷിക്കുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടത്തിപ്പിനായി ഒക്ടോബറിൽ റാന്നിയിൽ ജല പാർലമെന്റ് ചേരും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു MLAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമ്പൂർണ്ണ ജലസംരക്ഷണ പദ്ധതി തയ്യാറാക്കുന്നത്. 24 പത്തനംതിട്ട. നോക്കാം ചില അറിയിപ്പുകൾ. പാലക്കാട് കുഴൽമന്ദം CA ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസിലേക്കാണ് ഒരു അധ്യാപക ഒഴിവുള്ളത്. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. തിരുവനന്തപുരം കുറവൻകോണം സഹകരണ പരിശീലന കോളേജിൽ ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടക്കും. HDC ആൻഡ് BM കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്കാണ് അഡ്മിഷൻ. തിരുവനന്തപുരത്ത് ഇന്ന് നടക്കാനിരുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം നാളത്തേക്ക് മാറ്റിയതായി നേതാക്കൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഹിയറിംഗ് നടക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ കേരള സൈക്ലിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സൈക്ലിംഗ് സിറ്റി ലീഗ് 2025 ഓഗസ്റ്റ് 24-ന് തിരുവനന്തപുരത്ത് നടക്കും. സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സീനിയർ വിഭാഗത്തിൽ 20 കിലോമീറ്ററും ജൂനിയർ വിഭാഗത്തിൽ 10 കിലോമീറ്ററും ദൈർഘ്യമുള്ള സൈക്ലിംഗ് മത്സരമാണ് സംഘടിപ്പിക്കുന്നത്. 2025-27 വർഷത്തെ DLED കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 192 ദിവസങ്ങൾ പിന്നിട്ട് ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരം അടുത്ത ഘട്ടത്തിലേക്ക്. ഇന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ NHM ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയവയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ദിവസങ്ങളായി തുടരുന്ന സമരം അത് ഇന്ന് 192 ദിവസത്തിലേക്ക് എത്തുകയാണ്. അതിനിടയിൽ പുതിയ ഘട്ടത്തിലേക്ക് സമരം കൊണ്ടുപോകുന്നുണ്ട് സമരക്കാർ. അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള സമര പരിപാടികളാണ് ആലോചിക്കുന്നത് മേഘന? കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു സമരവുമായി വരുന്നത്. അതിനുശേഷം നീണ്ട സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളും കഴിയുന്നു. ഇന്ന് 192 ദിവസങ്ങൾ പിന്നിട്ട് 193-ാം ദിവസത്തിലാണ് സമരം എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു NHM ഓഫീസ് മാർച്ചിലേക്ക് ആശാ വർക്കർമാർ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അതിൽ ആശാ വർക്കേഴ്സ് പറയുന്നത് ഇവർ സമരം അവസാനിപ്പിക്കില്ല. അത് ഇവരുടെ ആവശ്യങ്ങളായിട്ടുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യവും ഇൻസെന്റീവും വർദ്ധിപ്പിച്ച് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, കൂടാതെ ഉത്സവ ഭത്ത വർദ്ധിപ്പിക്കുക, അങ്ങനെ ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേ ആവശ്യങ്ങളാണ് ഇപ്പോഴും അവർ പറയുന്നത്. അതിൽ ഒരു പരിഹാരമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകാതെ സമരം അവസാനിപ്പിക്കില്ല. അതിൽ ഇപ്പോൾ മണ്ഡലം തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലുമാണ് അവർ സമരം നടത്തുന്നത്. 1000 പ്രതിഷേധ സദസ്സുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്നത്. സമാന്തരമായി സെക്രട്ടേറിയറ്റ് പടിക്കലും സമരം നടത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് NHMലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. അതേസമയം ഈ ഒരു പ്രതിഷേധം നടത്തുമെന്ന് സൂചിപ്പിച്ച് NHM അധികൃതർക്ക് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതിനിടയിൽ ഈ സമരം പൊളിക്കൽ എന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ട് ഒരു പരിശീലന പരിപാടി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് ഇന്ന് ഒരു പരിശീലന പരിപാടി നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. പിന്നീട് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇന്ന് ആ പരിപാടി അല്ലെങ്കിൽ ഈ പരിശീലന പരിപാടി മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി NHM അധികൃതർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. പരിശീലന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് NHM ഓഫീസിലേക്ക് മാർച്ച് നടത്തുക. അവരുടെ ആദ്യഘട്ടത്തിൽ, അതായത് ഈ 192 ദിവസങ്ങൾ മുന്നേ ഈ സമരം തുടങ്ങുമ്പോൾ ഉന്നയിച്ച ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അങ്ങനെ സമരം ശക്തമാക്കുകയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശോചനീയാവസ്ഥയിലായ മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് തൃശൂരിലെ ഡോക്ടർ അടക്കമുള്ള 4 വനിതകൾ. ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെയും പേടിക്കണം. അരിമ്പൂർ പഞ്ചായത്തിന് കീഴിലുള്ള സർക്കാർ ആശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കാത്ത നിലയാണ്. മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്ക് പാമ്പുകളെത്തും. കെട്ടിടത്തോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. പഴയ ഓടിട്ട ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇവിടെ മരപ്പട്ടി, വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികൾ വേറെയും. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി.
മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. അരിമ്പൂർ പഞ്ചായത്ത് 1974 പണം മുടക്കി വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ള സ്ഥാപനത്തിന് ഇപ്പോൾ 2014 ശേഷം തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലം അവകാശവാദം ഉന്നയിച്ചതിൻ്റെയും കേസിന് പോയതിൻ്റെ പേരിലാണ് അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്തത്. 2 മുറികൾ മാത്രമാണ് മൃഗാശുപത്രിക്കുള്ളിൽ തട്ടിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പ് തകിട് മേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ്. ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗാശുപത്രിയുടെ ഉൾച്ചുമരുകളിൽ പലതും നാശത്തിന്റെ വക്കിലാണ്. 24 തൃശൂർ. ഇപ്പോഴും പ്രചാരണം കുറഞ്ഞ മത്സര ഇനമാണ് ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സ് കരിയറായി തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. എന്നാൽ ഇത്തവണ ദേശീയ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് മെഡൽ നേട്ടമുണ്ട്. മെഡൽ സ്വന്തമാക്കിയവരിൽ ഭൂരിഭാഗം പേരും തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പരിശീലിക്കുന്ന കുട്ടികളാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ കഠിന പരിശീലനത്തിലാണ്. ലക്ഷ്യം ദേശീയ അന്തർദേശീയ വേദികളിലെ മെഡൽ നേട്ടം. അസാധ്യമായ മെയ്വഴക്കം വേണ്ട, അച്ചടക്കവും ശരീര നിയന്ത്രണവും വേണ്ട മത്സര ഇനമാണ് ജിംനാസ്റ്റിക്സ്. കുട്ടികൾക്ക് എളുപ്പമെങ്കിലും കഠിനമായ പരിശീലന രീതികളാണ്. ഗൗരവമായ പരിശീലനവും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മെഡൽ നേട്ടം ഉറപ്പിക്കാവുന്നതേയുള്ളൂ. എന്നാൽ എത്ര പേർക്കറിയാം ജിംനാസ്റ്റിക്കിനെ കുറിച്ച്? എണ്ണം വളരെ കുറവ്. കുട്ടികൾ സന്തുഷ്ടരാണ്, ആത്മവിശ്വാസത്തിലാണ്. ഇനിയും മെഡലുകൾ സ്വന്തമാക്കാമെന്ന് അവർ കരുതുന്നു. ഡെറാഡൂണിൽ നടന്ന ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണമടക്കം 13 മെഡലുകളാണ് സംഘം സ്വന്തമാക്കിയത്. ഭൂരിഭാഗം പേരും ജിമ്മി ജോർജിലെ കുട്ടികളാണ്. കേരളത്തിലേക്ക് ഇത്രയധികം മെഡലുകൾ എത്തിക്കാൻ കഴിയുന്നതും ഇതാദ്യം. എനിക്ക് ജിംനാസ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാഷനാണത്. ഞാനാണെങ്കിൽ മുറ്റത്തെല്ലാം ഇരുന്ന് ഇതേ സാധനങ്ങളെല്ലാം ചെയ്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമായപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ഇവിടെ ഒരു ജിംനാസ്റ്റിക് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെയാണ് കൊണ്ടുവന്നത്. എൻ്റെ അച്ഛൻ കബഡി പ്ലെയർ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ സെയിം ബ്ലഡാണ് എനിക്ക്, സ്പോർട്സ് ആയിരുന്നു. അങ്ങനെ എനിക്ക് കബഡി കളിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നെ വെറൈറ്റിക്കായിട്ട് ഇവിടെ കൊണ്ട് ചേർത്തു. പിന്നെ അതിലോട്ടങ്ങായി എനിക്കതാ ഇഷ്ടം. ഹരിയാന സ്വദേശിയായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS പരിശീലന കളരിയിലെ സന്ദർശകയാണ്. അതിനൊരു കാരണവുമുണ്ട്. Vian is my son and he had also gone there to participate. നമുക്ക് ഗേൾസ് കാറ്റഗറിയിൽ ടീം മെഡൽ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് 5 പേര്, എത്ര പേർക്ക് ഇൻഡിവിജ്വൽ മെഡൽ കിട്ടി? 4. നമുക്ക് 4 പേർക്ക് ഇൻഡിവിജ്വൽ മെഡൽ കൂടി കിട്ടി. ഗോൾഡ് ഉൾപ്പെടെ, സിൽവർ ഉൾപ്പെടെ, ബ്രോൺസ് ഉൾപ്പെടെ. മറ്റു സംസ്ഥാനങ്ങളിൽ ജിംനാസ്റ്റിക് പരിശീലനത്തിനായി അധികം സാധ്യതകളും അവസരങ്ങളും ഉണ്ടെന്നും അതവരുടെ മെഡൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും കുട്ടികൾ ഓർമ്മിപ്പിക്കുന്നു. ജിംനാസ്റ്റിക് എന്ന മത്സര ഇനം കേട്ടുകേൾവി മാത്രമുള്ള സമയത്ത് പരിശീലനം തുടങ്ങിയവർ വരെയുണ്ട് ഇന്ന് ഈ കൂട്ടത്തിൽ. ഇന്നിവർ അസാധാരണ മെയ്വഴക്കം കൊണ്ട്, ചലന നിയന്ത്രണം കൊണ്ട് അത്ഭുതം തീർക്കുന്നു. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്നും വാദം തുടരും. പരാതിക്കാരുടെ ഭാഗം വിശദമായി ഇന്നും കേൾക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകുന്നതുവരെ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. സിനിമാ കോൺക്ലേവിന്റെ വിവരങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചേക്കും. 2 മാസത്തിനുള്ളിൽ സിനിമാ നയരൂപീകരണ നടപടികൾ ആരംഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളുടെ നടപടികൾ അവസാനിപ്പിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. തിരുവനന്തപുരം നഗരവികസനത്തെപ്പറ്റി ചർച്ചകൾക്കും പദ്ധതി നിർദ്ദേശങ്ങൾക്കും തുടർച്ച ഉണ്ടാവുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പദ്ധതികൾ തുടർന്നു പോകാനുള്ള സംവിധാനമുണ്ടായാലേ ഇത്തരം ചർച്ചകൾ വിജയിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. നാളത്തെ അനന്തപുരി എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ച. മുൻ DCC പ്രസിഡന്റ് പാലോട് രവി, BJP നേതാവ് ശോഭ സുരേന്ദ്രൻ, CMP നേതാവ് CP ജോൺ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസും പരിപാടിയുടെ ഭാഗമായി. തിരുവനന്തപുരം തലസ്ഥാന നഗരം ഇവിടെ അത് വികസനത്തിൽ ഹൈക്കോടതി ബെഞ്ച് വേണം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കുറച്ചുപേർ പറയും ഇതൊരു പ്രാദേശികവാദം പറയുകയാണെന്ന് പറയും. പ്രാദേശികവാദമല്ല, തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ ഇവിടെ നല്ല വികസന പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ അതൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ കാര്യങ്ങളെ കാണുന്നതിന് വേണ്ടി ഒക്കെ തന്നെ കഴിയേണ്ടതായിട്ടുണ്ട്. വയനാട് പെരുന്തട്ടയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. സുർജിത്ത്. ശ്രീജിത്ത്, ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ഇറങ്ങിയത്. രണ്ട് വീടുകളിലെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്ലാവാണ്, മറ്റൊന്ന് തെങ്ങാണ്. ഇതെല്ലാം തന്നെ കുത്തി മറിച്ചിടുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പെരുന്തട്ട എന്ന് പറയുന്നത് കൽപ്പറ്റ നഗരസഭയിലെ 21ാം വാർഡാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ പെരുന്തട്ടയിൽ ഈ തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ്. അവിടെ പുലിയും കടുവയും ഇറങ്ങുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാട്ടാനകളുടെ ശല്യമുണ്ട്. പക്ഷേ കുറച്ചു കാലമായി വലിയ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയ അളവിൽ ശല്യം ഉള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വൈത്തിരി മുതൽ ചുണ്ട വരെയുള്ള ആ ഒരു പ്രദേശത്ത് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ പോലും കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വൈത്തിരി ഹണി മ്യൂസിയത്തിന്റെ മുന്നിൽ കാട്ടാനകൾ എത്തി ഈ അവിടുത്തെ പാർക്കിലെ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച, പാർക്കിലെ കളി ഉപകരണങ്ങളെല്ലാം തന്നെ അത് തട്ടുന്ന ഒരു കാഴ്ച പുറത്തു വന്നതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ ചെമ്പ്രമലയുടെ താഴ്വാരത്തുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ വലിയ ശല്യം ആളുകളെ സംബന്ധിച്ചുണ്ട്. രണ്ടുപേരുടെ യൂസഫ് ജമീല രണ്ടുപേരുടെ കൃഷിയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം പുലർച്ചെ 3 മണിക്ക് ഒക്കെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ കാട്ടാന വന്ന് നിൽക്കുന്ന അനുഭവമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.